നമസ്കാരം. അങ്ങനെ ദൈവതുല്യനായ ആ സ്വർണ്ണക്കള്ളനെ SIT പിടികൂടി ജയിലിലടച്ചു. ശബരിമല തന്ത്രി, ദേവന്റെ സുപ്രീം പൊസിഷനിലിരിക്കുന്ന ഒരാൾ. ശബരിമലയിലെയും മറ്റു പല ക്ഷേത്രങ്ങളിലെയും തന്ത്രിമാരാണ് താഴമൺ കുടുംബത്തിലെ തന്ത്രി പരമ്പരകൾ. ഈ തന്ത്രി കുടുംബത്തിലെ മൂന്നാമത്തെ നമ്പൂരിക്കുട്ടിയാണ് ഇപ്പോൾ ജയിലിലേക്ക് പോയിരിക്കുന്നത്. ഒന്ന് പോയത് പെണ്ണ് പിടിക്കാണെങ്കിൽ മറ്റൊന്ന് പോയത് വേറൊരുത്തൻ പിടിച്ച പെണ്ണിന്റെ ഗർഭത്തിന്റെ പേരിലാണ്. അഴുക്ക് കുടുംബം തന്നെ. താഴമൺ കുടുംബത്തിലെ കണ്ടര് തന്ത്രിമാരുടെ പെങ്ങളുടെ മകനാണ് രാഹുൽ ഈശ്വർ. ഇന്നലെ വരെ സേവ് ശബരിമല എന്ന ഒരു ശക്തിയുടെ ഇലാസ്റ്റിക്കിൽ എഴുതി ഒട്ടിച്ച് തലയിൽ കെട്ടി നടന്ന രാഹുല് ഇന്നലെ വൈകുന്നേരങ്ങളിൽ ചാനലുകളിലെല്ലാം കയറിയിരുന്ന് കരച്ചിലാണ്. ഇതുവരെ അയ്യപ്പന് വേണ്ടി, അയ്യപ്പന്റെ സ്വത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ സ്വന്തം കുടുംബത്തിലെ ഒരാൾ പിടിക്കപ്പെട്ടപ്പോൾ നേരെ പ്ലേറ്റ് തിരിച്ചു. ഇതാണ് അയ്യപ്പന്റെ സ്വത്തിന് വേണ്ടിയാണ്. ഫോക്കസ് തെറ്റിക്കാനുള്ള സ്വന്തം അമ്മാവൻ ജയിലിൽ പോയത് SIT ഗൂഢാലോചന നടത്തിയിട്ടാണ് എന്നാണ് ഇപ്പോൾ ഈ മഹാൻ പറയുന്നത്. പണ്ട് ഈ രാഹുൽ ഈശ്വർ ശബരിമലയിൽ കയറി തന്ത്രിയാവാനുള്ള ശ്രമമൊക്കെ നടത്തിയതാണ്. പക്ഷെ താഴമൺ ഇല്ലത്ത് ആൺമക്കളുടെ മക്കൾക്ക് മാത്രമേ തന്ത്രിയാവാനുള്ള അവകാശമുള്ളൂ. പെൺമക്കളുടെ മക്കൾക്ക് ആ അവകാശമില്ല. അങ്ങനെ അവകാശമെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഈ രാഹുലിനെയും അയ്യപ്പനെ തൊഴുതിന് ശേഷം തന്ത്രിയുടെ റൂമിൽ പോയി കാലി തൊട്ടുവഴി ദക്ഷിണയൊക്കെ കൊടുക്കേണ്ടി വന്നേനെ. ഇപ്പോൾ അറസ്റ്റിലായ രാജീവ് കണ്ഠരുടെ ജ്യേഷ്ഠൻ മോഹന കണ്ഠര്, അദ്ദേഹം തന്ത്രിയായിരുന്ന സമയത്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിത്യബ്രഹ്മചാരിയായ അയ്യപ്പനെ പൂജിക്കുകയും ഭജിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം രാത്രിയാകുമ്പോഴത്തേക്ക് ഇങ്ങ് കൊച്ചിയിൽ വന്ന് അന്യമതസ്ഥയായ ശോഭ ജോൺ എന്ന കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗുണ്ടയുടെ ഫ്ളാറ്റിൽ ശരീരപൂജ നടത്തിക്കൊണ്ടിരുന്നത്, അതായത് വെടിവെപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. രാഹുൽ ഈശ്വർ ജയിലിൽ പോയെന്തിനാ? രാഹുൽ മാങ്കൂട്ടം ഏതോ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയതിന്റെ പേരിൽ, അത് രാഹുലിന്റെ ഗർഭമല്ല എന്ന് പറഞ്ഞു നടന്നതിന്റെ പേരിലാണ് രാഹുൽ ഈശ്വർ അകത്തു പോയത്. ഇപ്പതാ ദേവന്റെ സ്വർണം കട്ടതിന് താഴമണില്ലത്തു നിന്ന് അടുത്ത ഒരു തന്ത്രി കൂടി ജയിലിൽ പോയിരിക്കുന്നു. പണ്ട് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരാണ് ആന്ധ്രയിൽ നിന്ന് വന്ന ഈ താഴമൺ കുടുംബത്തെ ശബരിമലയുടെ തന്ത്രിയാക്കിയത്. അതിനു മുമ്പ് അവിടെ മലയരന്മാരാണ് പൂജ നടത്തിയിരുന്നതും ആ ക്ഷേത്രം പരിപാലിച്ച് കൊണ്ടു നടന്നിരുന്നത്. അവരെ അടിച്ചിറക്കിയിട്ടാണ് ഈ കള്ളന്മാരെ അവിടെ തന്ത്രിയാക്കിയത്. ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം, അയ്യപ്പനെ തൊഴുതിനു ശേഷം തൊട്ടടുത്ത മുറിയിലിരിക്കുന്ന തന്ത്രിയുടെ റൂമിൽ പോയി ലക്ഷക്കണക്കിന് ഭക്തർ വണങ്ങുകയും കാൽകുത്തു വീഴുകയും ലക്ഷക്കണക്കിന് ദക്ഷിണകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മേടിച്ചിട്ടാണ്, അതും കൂടാതെ ദേവസ്വം ബോർഡിന്റെ ശമ്പളവും ഉണ്ട്, ഇതെല്ലാം മേടിച്ചിട്ടാണ് ഈ മാതിരി പരിപാടിക്ക് യുവമാര് നടക്കുന്നത്. ഈ നാടുകളെയൊക്കെ ശബരിമലയിൽ നിന്ന് അടിച്ചു പുറത്തിറക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാക്കന്മാര് ഒരു അവസരം കൊടുത്തു എന്ന് കരുതി അതിനുശേഷം ജനാധിപത്യം വന്നു. ഇത് ജനാധിപത്യ ഭരണമാണ്. ഗവൺമെന്റിന് ഇവരെ മാറ്റുവാൻ ഒരു തടസ്സങ്ങളുമില്ല. നൂറുകണക്കിന് കേരളീയരായിട്ടുള്ള പാവപ്പെട്ട ബ്രാഹ്മണന്മാർ ബ്രാഹ്മണനായിപ്പോയി എന്നുള്ളതിന്റെ പേരിൽ പട്ടിണിയിൽ കഴിഞ്ഞുകൂടുന്ന ഇല്ലങ്ങളുണ്ട്. ഇപ്പോൾ മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഒരു 10 വർഷത്തേക്കോ അല്ലെങ്കിൽ 5 വർഷത്തേക്കോ നറുക്കിട്ട് ഇവിടെ നിന്നുള്ള പാവപ്പെട്ട ഇല്ലങ്ങളിൽ നിന്ന് നമ്പൂതിരിമാരെ തിരഞ്ഞെടുത്ത് തന്ത്രിയാക്കുവാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കണം. ഈ കള്ളന്മാരെയും പെണ്ണുപിടിയന്മാരെയൊക്കെ ഈ സ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് മലയാളികൾക്ക്, അയ്യപ്പ ഭക്തർക്ക് നാണക്കേട് തന്നെയാണ്. മുൻ തന്ത്രിയായിരുന്ന മോഹനകണ്ഠനോട് കോടതി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഗായത്രി മന്ത്രം അറിയുമെന്ന്. അതുപോലും അറിയത്തില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഈ താഴമൺ ഇല്ലത്തുള്ളത്. യുവമാരാണ് തന്ത്രിയായിട്ടിരിക്കുന്നത്. യുവമാരെയാണ് ദൈവതുല്യരായി ഭക്തർ കാണേണ്ടത്. വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് പാവമൊന്നുമല്ല, അനീതിയെ ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ് പാവം. ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രമാണ് ശബരിമല. താഴമൺ കുടുംബത്തിന്റെ കുടുംബ സ്വത്തല്ല ശബരിമല.
ആ ശബരിമലയിൽ കയറിയിരുന്നുകൊണ്ട് എന്ത് തോന്നിവാസവും കാട്ടുവാൻ ഗവൺമെന്റ് ഇനിയെങ്കിലും ഇവർക്ക് അവസരം കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇവനൊക്കെ കാട്ടിക്കൂട്ടിയതും കാട്ടിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ശബരിമലയ്ക്കോ ശബരിമല വിശ്വാസികൾക്കോ ഒട്ടും ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇവനെയൊക്കെ അടിച്ചിറക്കാൻ പറ്റിയ സമയമാണിത്. അടിച്ചിറക്കി പാവപ്പെട്ട നല്ല മനുഷ്യരെ അവിടെ തന്ത്രിയായി നിയമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.